ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളെ ഒരു മാസം കണ്ടേ ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. സംഭവം വീട്ടിൽ 2 പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എനിക്കൊരു സജഷൻ വന്നായിരുന്നു. എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്, എനിക്കും എൻ്റെ ഉമ്മാക്കും. അപ്പോൾ ഉമ്മയുടെ അത്യാവശ്യം 2 മാസം ആയപ്പോഴത്തേക്ക് തന്നെ നല്ല റീച്ചായി, മോണിറ്റൈസ്ഡായി. അപ്പം എനിക്ക് വന്ന സജഷൻ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ചാനൽ ഫോക്കസ് ചെയ്യും ഇപ്പം. അപ്പോൾ ഒരെണ്ണം ഒന്ന് കരക്കെത്തിച്ചിട്ട് നിനക്ക് കണ്ടിന്യൂ ചെയ്തൂടെ എന്നൊരു സജഷൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യെസ്, കറക്റ്റാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അതാണ് എന്നെ ഒരു മാസം ആരും കണ്ടില്ല, പെട്ടെന്ന് ഞാനങ്ങ് ഡിസപ്പിയറായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ വീഡിയോസിൽ വന്ന കുറേ ക്ലെയിമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കമൻസ് ഉണ്ടായിരുന്നു, കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യാൻ പോവാണ് ഈ വീഡിയോയിൽ കൂടെ. ഓക്കെ, സോ ഒന്നാമത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ, മാം, ഗവൺമെൻറ് കോളേജ് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? മാർക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസ്പെക്ടസിലും റാങ്കിൻ്റെ ബേസിലാണ് പറയുന്നത്. ഒരു 200-300-നകത്ത് റാങ്ക് കിട്ടണം. 300-200-നകത്ത് റാങ്ക് വേണം, എങ്കിൽ മാത്രമേ ഗവൺമെൻറ് കോളേജ് കിട്ടത്തുള്ളൂ. യു ഹാവ് ടു ഡു ഈസ് അറ്റൻഡ് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം. നമുക്ക് അറിഞ്ഞുകൂടാ, അത്ര ക്ലിയർ അല്ല, ഡൗട്ടാണ് എങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. ഉള്ള മാർക്കിൽ നിന്ന് നെഗറ്റീവ് വലിച്ച് വെക്കാതിരിക്കാൻ നോക്കുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം മാർക്കും റാങ്കൊക്കെ കിട്ടും. എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 218 ആയിരുന്നു അന്ന് 2021. ഓക്കെ, ഇപ്പം നല്ല വ്യത്യാസം ഉണ്ടാവും. അന്ന് കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു, ഇല്ല നല്ല കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇപ്പോൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ട് LLB കയറാം, ക്ലീ എഴുതണം, ക്ലാറ്റ് എഴുതണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അന്നൊന്നും ഒരു പട്ടിക്കുഞ്ഞിനെ പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു എക്സാം ഉണ്ടെന്നോ. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ക്ലീയോ, എന്ത് സാധനം, എന്തൊക്കെ ചോദിക്കുമായിരുന്നു. അതെന്തോന്ന്, അങ്ങനെയൊക്കെ എൻട്രൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അന്നങ്ങനെ അധികം പേർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്കറിയാം, കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐ ആം ഫ്രം ആന്ധ്രാപ്രദേശ് സിസ്റ്റർ, ആം ഐ എലിജിബിൾ ടു അപ്ലൈ ഫോർ ക്ലീ? യെസ്. ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്, എവിടെയാണോ പഠിച്ച അവിടെ നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഡിസ്റ്റൻറ്റിലായിട്ടൊക്കെ പഠിച്ചവർക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റും. യു ക്യാൻ. ശ്യാം സുന്ദർ. സോ ദ പേഴ്സൺ ഹൂസ് ഫ്രം ആന്ധ്രാപ്രദേശ്, യു ആർ എലിജിബിൾ ഫോർ ക്ലീ. താൻ 5 ഇയർ ആണോ 3 ഇയർ ആണോ? ഓക്കെ, ഞാൻ 5 ഇയർ ആണ്. ഇപ്പം ഞാൻ ഫൈനൽ ഇയർ ആണ് കേട്ടോ. ഫൈനൽ ഇയർ ആവാൻ പോകുന്നു. ജൂൺ പകുതി വരെയൊക്കെ ഫോർത്ത് ഇയർ കാണും. അത് കഴിഞ്ഞ് ഞാൻ ഫൈനൽ ഇയർ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, കയറി മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, സത്യം പറയല്ലേ. ചേച്ചി, ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കാൻ ഏത് എക്സാമാണ് എഴുതേണ്ടേ പറയാമോ? ഞാനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഓക്കെ, അപ്പം കേരളത്തിന് പുറത്തോട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ക്ലാറ്റ് എഴുതണം. ക്ലാറ്റ്. ഓക്കെ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, അങ്ങനെയാണ്, ക്ലാറ്റാണ് കേട്ടോ. നോ, ചേച്ചി, ക്ലീ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്ലാറ്റ് ടെക്സ്റ്റ് ഉപയോഗിച്ച് പഠിക്കുന്നതാണോ നല്ലത്? നല്ലതാണ്, യെസ്. ക്ലാറ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. കുറച്ചുകൂടി ടഫായിട്ടുള്ള, മീൻസ് ക്വസ്റ്റ്യൻ നോക്കാതെ അതിലുള്ള സിലബസ് ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലീ എളുപ്പമായിരിക്കും. ഞാൻ പഠിച്ചത് ക്ലാറ്റിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടായിരുന്നു. ക്ലാറ്റിൻ്റെ ടെക്സ്റ്റും ഉണ്ടായിരുന്നു, ക്ലീയുടെ ടെക്സ്റ്റും ഉണ്ടായിരുന്നു. ക്ലാറ്റാണ് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൽ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച് ഇൻട്രസ്റ്റഡായി ക്ലീൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെയായിരുന്നു. അപ്പം ക്ലാറ്റിൻ്റെ ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞാൻ നല്ലപോലെ വിയർക്കുന്നുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഐ നോ യു ഡോണ്ട് കെയർ. ആൻഡ് ചേച്ചി, NCERT ലീഗൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഓൺലൈനിൽ കിട്ടും, 11th and 12th. ഓക്കെ, അത് ഞാൻ നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, ലോ ഓഫ് ടോർട്ട്, ജൂറിസ്പ്രുഡൻസ് ഒക്കെ ഉണ്ട് അതിൽ. ചേച്ചി ഒന്ന് അത് റെഫർ ആക്കിയിട്ട് ക്ലീക്ക് അത് മതിയാവോ എന്ന് പറയാമോ? അങ്ങനെ ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് പഠിക്കൂ. അതിൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യൂ. എനിക്ക് തോന്നുന്നു അതിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കവർ ചെയ്ത് പോകുന്നത്. ഞാൻ കണ്ടില്ല. NCERT ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാം അതിലെന്തൊക്കെ കാണും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മതിയാവും എന്ന് ഞാൻ പറയുന്നില്ല, അത് റെഫർ ചെയ്യൂ. ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത്
എല്ലാം കൂടെ ഒന്ന് കമ്പയർ ചെയ്തൊക്കെ നോക്കുമ്പോൾ അത് മതിയാവോ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് റെഫറൻസ് ബുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമോ, എവിടെ നിന്നൊക്കെ റെഫർ ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അത് തന്നെ മതിയാകും എന്ന് പറയുന്നില്ല, അതും റെഫർ ചെയ്യൂ, ബാക്കിയുള്ള മെറ്റീരിയൽസും റെഫർ ചെയ്യാൻ നോക്കൂ. ഓക്കെ. 2025 ക്ലീ എക്സാം രജിസ്ട്രേഷനുള്ള ഡേറ്റ് എപ്പോഴാണ്? പ്ലീസ് റിപ്ലൈ. ഡേറ്റ് ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് +2 റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. സോ അതൊക്കെ റിലീസ് ചെയ്തൊക്കെ ശേഷമേ എന്തായാലും കാണത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴേ എന്തായാലും അതിനെക്കുറിച്ച് വറീഡാവണ്ട. ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പഠിച്ചോ. ഓക്കെ. ഇതുവരെ വന്നിട്ടില്ല. ചേച്ചി ക്ലീക്ക് 5 ഇയർ LLBക്ക് വിത്തൗട്ട് കോച്ചിങ് 3 months പഠിച്ചാൽ മതിയാവോ? മതിയാവും. യെസ്, 3 months ഇസ് മോർ ദാൻ ഇനഫ്. പക്ഷേ അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ കേട്ടോ. ചിലർക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റഡി വേണ്ടി വരും. ഒരു 6 മാസം 7 മാസമൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കങ്ങനെ പഠിച്ചാലേ ശരിയാകത്തുള്ളൂ. 3 months നിങ്ങൾ അതിനായിട്ടിരുന്നാൽ ദാറ്റ്സ് ഇനഫ്. ഞാൻ സയൻസ് സ്ട്രീം ആയിരുന്നു. ഓക്കെ, സയൻസ് സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് ഭയങ്കര ബോറിംഗ് ആയിട്ടും നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും. ഞാൻ സയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾ ആ സിലബസ് നോക്കിയിട്ട് ജസ്റ്റ് റെഫർ ചെയ്ത് പഠിച്ചു പോവുക. ടെൻഷനൊന്നും അടിക്കണ്ട, നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. ക്ലീ പ്രിപ്പയർ ചെയ്യാൻ ഏത് ഗൈഡാണ് നല്ലത് ചേച്ചി? ഓൺലൈനിലൊക്കെ ഒരുപാട് ഗൈഡ് അവൈലബിൾ ആണ്. ഞാൻ റിട്സിൻ്റെ വെച്ചാണ് പഠിച്ചത് കേട്ടോ. റിട്ടിൻ്റെ നല്ലതാണ്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്, സിലബസ് പക്കയായിട്ട് അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാനത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഓൺലൈനിലൊക്കെ ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ LLB 5 ഇയർ ആൻഡ് 3 years കോഴ്സ് അല്ലേ? 4 years കോഴ്സ് ഇല്ലല്ലോ. 4 years ഇല്ല, 3 year and 5 year. +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ 5 year ആണ് എടുക്കേണ്ടത്. ഡിഗ്രി ഉണ്ടെങ്കിൽ 3 year LLB എടുത്താൽ മതി. ഓക്കെ. ഡിഗ്രി ഉള്ളവർക്ക് 5 yearും എടുക്കാം. ഇത്രേ ഉള്ളൂ. 3 year എടുക്കണമെങ്കിൽ ഡിഗ്രി വേണം എന്നുള്ളതേ ഉള്ളൂ. ഏതാ നല്ല ക്ലീ കോച്ചിങ് സെൻറ്റർ? എനിക്കത് അറിയില്ല. ഞാൻ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ +2 കഴിഞ്ഞ ഒരു വെക്കേഷൻ സമയത്ത് ഒരു 2 ആഴ്ച സന്തോഷ് സാറിൻ്റെ അവിടെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ക്ലീ എന്ന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്താണ് സാറിൻ്റെ അടുത്ത് കോച്ചിങ്ങിന് പോകുന്നത്. പക്ഷേ സാറെന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യരാണ്. നമ്മളിങ്ങനെ ഇരിക്കും, സാറ് കവർ ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസാവും. അവിടെ കോച്ചിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റെക്കമെൻഡ് ചെയ്യാൻ എനിക്കൊരു കോച്ചിങ് സെൻ്ററായിട്ട് അറിയത്തില്ല കേട്ടോ. സോറി. ഹലോ ചേച്ചി, ഞാൻ കറണ്ട് +2 സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ക്ലീ എക്സാം എഴുതണം. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? സോ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർ ജസ്റ്റ് വെയിറ്റ്. എക്സാം നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണം. എക്സാം ഡിക്ലെയർ ചെയ്യുമ്പോൾ എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതുക, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് കിട്ടുമല്ലോ, ഒരു റാങ്ക് വരും. അപ്പോൾ ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജ് സെലക്ട് ചെയ്യാം. 4 ഗവൺമെൻറ് കോളേജാണുള്ളത്, ബാക്കിയൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ചെയ്യാനുള്ളത് ജസ്റ്റ് സ്റ്റഡി. അത് കഴിഞ്ഞിട്ട് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഞാൻ BA ഹിസ്റ്ററി ആണ് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ BA LLB ആണോ എടുക്കേണ്ടത്? അല്ല, എടുക്കാം. ബട്ട് സിൻസ് യു ഓൾറെഡി ഹാവ് എ ഡിഗ്രി, നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾക്ക് 3 year യൂണിറ്ററി കോഴ്സ് എടുത്താൽ മതി. ഗവൺമെൻറ് കോളേജ് അഡ്മിഷൻ കിട്ടാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നു. ഗവൺമെൻറ് കോളേജ് കിട്ടാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യണം. നല്ല ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, രാവിലെ എണീക്കുക, ഒരു കപ്പ് കോഫി എടുക്കുക, സ്റ്റഡി ടേബിളിൽ പോയിരിക്കുക, കുറച്ച് ബുക്സ് എടുക്കുക, റെഫറൻസ് ബുക്ക്, നിങ്ങൾക്ക് പഠിക്കുന്ന മെറ്റീരിയൽസ് എടുക്കുക, ഒരു ബുക്കൊക്കെ എടുത്തിങ്ങനെ വെക്കുക. എന്നിട്ട് അതിൽ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഒരു ടോപ്പിക് മർഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, സോ ആ ഒരു മർഡറിനുമായിട്ട് റിലേറ്റഡ് ഏത് സെക്ഷനാണ്, എന്താണ് മർഡറിൻ്റെ ഡെഫിനിഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക്
അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ പഠിച്ച് പോകുക എന്നുള്ളതാണ്. എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളതാണ്. പിന്നെ അഡ്മിഷൻ കിട്ടാനാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ മാത്രം നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോവുക. അറിഞ്ഞൂടാത്ത നിങ്ങൾക്ക് വേഗമായിട്ട് ഫീൽ ചെയ്യുന്നതൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവരുത്. അതായത് ഇപ്പോൾ 3 മാർക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾ നെഗറ്റീവ് വാങ്ങിച്ച് വെക്കാണ്ടിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കോളും. ഈസിയാണ്. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സാലറി കിട്ടുമോ? സാലറി ഒന്നും കിട്ടത്തില്ല. സ്റ്റൈപ്പൻഡ് ഉള്ളതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ചൈൽഡ് കമ്മീഷൻ, പിന്നെ വിമൻസ് കമ്മീഷൻ, യൂത്ത് കമ്മീഷൻ, അങ്ങനെ കമ്മീഷൻസ് ഉണ്ടാവും. ഇവിടെയൊക്കെ ചെയ്താലും നമുക്ക് സാലറി ഒന്നും കിട്ടത്തില്ല. ഫേംസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ലോ ഒക്ടോബേഴ്സ് സൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻറ്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡൊക്കെയുള്ള ഇൻറ്റേൺഷിപ്സും വരും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫേംസിലൊക്കെ ആയിരിക്കും പോവാം. സ്റ്റൈപ്പൻഡ് ഉള്ളതുകൊണ്ട് 140 ദിവസം നമ്മൾ കവർ ചെയ്യണം. ഇത് നമ്മൾ സ്റ്റൈപ്പൻഡ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇത്രയും ഡേയ്സ് ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അപ്പം നമ്മൾ ഈ സാലറി ഒന്നും നോക്കത്തില്ല. ചേച്ചി TVM കോളേജിൽ BA ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. യെസ്, നമ്മുടെ കോളേജിൽ BA ഇംഗ്ലീഷ് മാത്രമാണ് ഉള്ളത്. ചേച്ചി ലോ കോളേജ് വൈബാണോ? ഇപ്പോഴും പഠിച്ചുകൊണ്ട് നടക്കാണോ? എനിക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, പാടായിരിക്കും? പാടൊന്നുമില്ല, പഠിച്ചാലേ പാടൊന്നുമില്ല. പിന്നെന്താ വൈബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങൊക്കെ ഉള്ളവർക്ക് നല്ല വൈബായിരിക്കും. കോളേജിലൊക്കെ അത്യാവശ്യം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി പോലാണ് ശരിക്കും. ലോ മാത്രമല്ലേ ഉള്ളൂ. സോ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഒരു ഫാമിലി പോലെയാണ്. ക്ലീ പാടാണോ? ക്ലീ പാടല്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്ലീ നല്ല ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്ന കമൻസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ക്ലീ എഴുതാനായിട്ട്. ലോയർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ലോ ഫീൽഡിലോട്ട് കയറാനും. എന്തായിരിക്കും ലോയർ എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും അത്യാവശ്യം എക്സൈറ്റഡ് ആണ്. ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. എനിക്ക് കയറിയ മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനിപ്പം അടുത്ത ഈ ഒരു വർഷം കൂടെ ഈ വർഷം അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവും. ചെന്ന ഒറ്റ പോക്കായിരിക്കും ലാസ്റ്റ് ഡിസംബറിൽ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് വന്ന കുറച്ച് കമൻസിന് ഞാൻ റിപ്ലൈ തന്നതാണ്. ഈ കമൻസ് ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരുപാട് പേർക്ക്, മെജോറിറ്റി ആൾക്കാർക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതുക. എക്സാം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ പഠിക്കുക, അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇപ്പം നമ്മുടെ വീട്ടിൽ 2 പേർക്ക് ചാനലുണ്ട്. മീൻസ് എനിക്കും എൻ്റെ ഉമ്മാക്കും. ഉമ്മാക്ക് അത്യാവശ്യം ചാനലെല്ലാം റീച്ചായി, നല്ലപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ റവന്യൂ വരും, മോണിറ്റൈസ്ഡ് ആയി. ഇപ്പം 21-26 റവന്യൂ റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റവന്യൂ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തുടങ്ങിയ ഒരു ഉമ്മ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ചെയ്തൊരു സംഭവമായിരുന്നു. ഇതുവരെ എത്തുമെന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എല്ലാം നല്ലപോലെ തന്നെ പോകുന്നു. മമ്മിക്ക് വേണ്ടത് കുറച്ച് സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മയുടെ കയ്യിൽ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോവുക എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. പോയി ഇരുന്ന് പഠിച്ചോളൂ. ഹാപ്പി സ്റ്റഡി. +2 കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. ക്ലീ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഇൻസ്റ്റയില്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഞാനിങ്ങനെ റിക്വസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഡൗട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു. ചേച്ചി പ്രിപ്പയർ ചെയ്ത എക്സ്പീരിയൻസ് പറയുമെന്നൊക്കെ ചോദിച്ചിട്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇട്ടാൽ ഞാൻ ചിലപ്പോൾ കാണത്തില്ല, കാരണം എനിക്ക് ഇൻസ്റ്റ ഇല്ല ഇപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഇതിൽ ചോദിച്ചോ. ഓക്കെ, ബൈ കുട്ടീസ്. പോയിരുന്ന് പഠിച്ചോളൂ.